ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ചില കാഴ്ചകൾ വാക്കുകൾക്കും അതീതമാണ്. എഴുതിയാലും പറഞ്ഞാലും തീരില്ല. പ്രകൃതി ചേർത്ത് പിടിക്കുന്ന പച്ചപ്പിന്റെ ശ്വാസമാവുന്ന ഒരിടത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. കലയും ചരിത്രവും ഇഴചേർന്ന പൈതൃക സ്മാരകങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഇവ വിശ്വാസങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കാലഘട്ടത്തിന്റെ, ഒരു ദേശത്തിന്റെ ശബ്ദരഹിതമായ പാഠങ്ങൾ കൂടിയാവുന്നു. ഡിവൈൻ ട്രെയിൽസിൽ ഇന്ന് ചരിത്ര പാരമ്പര്യമുള്ളതും ഐതിഹ്യപരമായി സമ്പന്നമായതുമായ കല്ലുത്തിപ്പാറ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ ആദ്യ അവകാശി ഭഗവതിയാണെന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഭഗവതിക്ക് വാത്സല്യത്തോടെ കളിപ്പിക്കാനാണത്രേ ഉണ്ണിക്കണ്ണൻ ഇവിടെ എത്തിയത്. പിന്നീടുള്ള ഉപദേവതകളൊക്കെ ബാലഭാവത്തിലുള്ളതാണ്. ശാസ്താവ്, ഗണപതി, മുരുകൻ എന്നീ പ്രതിഷ്ഠകളുണ്ട്. ഹനുമാന്റെ പ്രതിഷ്ഠ ഇല്ലെങ്കിലും ഇവിടെ ഹനുമാൻ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കല്ലുത്തിപ്പാറയിലെ പാറകൾക്ക് മുകളിലാണ് ഒരുപാട് കൗതുകങ്ങൾ ഇരിക്കുന്നത്. നമുക്ക് ആ കൗതുകങ്ങൾ ഇനി കണ്ടു നോക്കാം. മഴക്കാലമായതിനാൽ പാറകൾക്ക് നല്ല വഴുതലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറാതിരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കൗതുകത്തിലെ ഏറ്റവും ആദ്യത്തേതാണ് ഈ താമരക്കുളം. തീർത്ഥക്കുളം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ കുളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാണുമ്പോൾ ചെറുതാണെങ്കിലും കുളത്തിന് 4 ആൾ പൊക്കത്തിലുള്ള താഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. എത്ര വരൾച്ചയിലും ഈ കുളം വറ്റില്ല അത്രേ. അതുപോലെ തന്നെ സമുദ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെയും പ്രകമ്പനം കൊള്ളുന്ന പറയുന്നത്. കടലിൽ ചാകര ഉണ്ടാകുമ്പോൾ ഈ കുളത്തിൽ മത്സ്യ സാന്നിധ്യം കണ്ടവരുണ്ടെന്നും പറയുന്നുണ്ട്. കല്ലുത്തിപ്പാറ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇവിടെ ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങൾ പതിഞ്ഞു എന്ന വാമൊഴിയിലാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കയറുകൊണ്ട് വലിച്ചു കൊണ്ടുപോയൊരു ഭാഗം കാണാം. പതുക്കെ ഇതൊക്കെ മാഞ്ഞു തുടങ്ങി എന്നാണ് ഇവിടുത്തെ സമീപവാസികൾ പറയുന്നത്. എല്ലാ മാസവും 1-ാം തീയതിയാണ് ഇവിടെ പൂജ നടക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും പോലെ ഈ ക്ഷേത്രത്തിനും അതിൻ്റെതായ ഐതിഹ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. പിന്നീട് ടിപ്പുവിൻ്റെ പടയോട്ട സമയത്ത് ക്ഷേത്രം തകർക്കലിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രവും നശിച്ചുപോയി എന്നാണ് പറയുന്നത്. ഒരുപാട് കാലം ഇവിടുത്തെ ശില്പങ്ങളും കൽപ്രതിമകളും ഒക്കെ മണ്ണിനടിയിൽ കടന്നു. ആ സമയത്ത് ഇവിടുത്തെ വന്യമൃഗങ്ങളും മറ്റു ജീവികളുമാണത്രേ ഈ ക്ഷേത്രം സംരക്ഷിച്ചു പോന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നാട്ടുകാരാണ് ഇവിടെ ഇങ്ങനെയൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയതും ഇവിടെ ഇന്ന് കാണുന്ന ഈ നവീനമായ രീതിയിലുള്ള ക്ഷേത്രം പണിതതും. ഇവിടുത്തെ ഉത്സവങ്ങൾക്കുണ്ട് ഒരുപാട് പ്രത്യേകത. ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ഞായറാഴ്ചയാണ് പൂരമഹോത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ അഷ്ടമി രോഹിണി, ഇല്ലം നിറ, ഏകാദശി, നവരാത്രി എന്നീ ആണ്ടുവിശേഷങ്ങളുമുണ്ട്. പിന്നെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ലേ, ഏറ്റവും മുകളിലായിട്ടുള്ള ശ്രീകൃഷ്ണ പാദങ്ങൾ, അവിടെയുള്ള പൂജയാണ്. കല്ലുത്തിപ്പാറ അമ്പലത്തിലെ സർപ്പക്കാവാണിത്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തായിട്ടാണ് ഈ സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത്. എത്ര വർഷമായി ക്ഷേത്രം ഈ രൂപത്തിലായിട്ട്? 12 കൊല്ലം. 12 വർഷം. വ്യാഴവട്ടം അതില് പിന്നെ പുനരുദ്ധാരണം ഇതിപ്പോ ഇങ്ങനെ ആയിട്ട് ഒരു വ്യാഴവട്ടം എന്നറിയും. 12 വർഷം കഴിഞ്ഞു. അതില് മുന്നേ മൊത്തം കാട് പിടിച്ചും ഇതൊക്കെ എടുക്കണ്. പിന്നെ ഞങ്ങളിവിടെ കംപ്ലീറ്റ് വെട്ടി തെളിച്ച് പ്രശ്നങ്ങളാകുമ്പോഴേക്കും ഓരോരുത്തരും ഈ സ്ഥലം കൈവശപ്പെടുത്തി നടത്തി. പൂർവികമായിട്ട് തന്നെ അവര് കൈവശപ്പെടുത്തി വെച്ചിരിക്കണം. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ കേസുമ്പിലും ഇതൊക്കെയാണ്. പക്ഷെ ഇത് ഈ ഇവിടെ ഇരിക്കുന്ന സ്ഥലം നമുക്ക് താലൂക്ക് സർവേര് വന്ന് അളന്ന് 55 സെന്റ് സ്ഥലം ഈ പാറ ഉൾപ്പെടെ അമ്പലത്തിനായിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പൂജകൾ? പൂജകൾ വെച്ചാല് ഇവിടെ കാലത്ത്
5:30 മണിക്ക് തുറക്കും അമ്പലം. അമ്പലം തുറന്ന വഴിക്ക് തന്നെ അഭിഷേകം. അഭിഷേകം വെച്ചാല് നമ്മുടെ അമ്പലത്തിലെ ഒരു 5-6 പശുവിനെ നമ്മൾ വളർത്തുന്നുണ്ട്. അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അമ്പലമായിട്ടല്ല, അമ്പലത്തിന്റെ പശുക്കളുണ്ട്. അപ്പൊ ആ പശുവിനെ കറന്ന പാല് ഇവിടെ എത്തും, അധികാലത്ത് എത്തും. അത് പശുവിനെ കുളിപ്പിച്ച് ആള് കുളിച്ച് അധികാലത്ത് അത്രയും ഭക്തിയുള്ള പാലെത്തുക. കൃഷ്ണനും മുരുകനും ഡെയിലി പാലാഭിഷേകം ഉണ്ട്. അത് നമ്മുടെ അമ്പലത്തിലെ പശുവിന്റെ ഒരു പശുക്കുട്ടിനെ ഇവിടെ നടത്തിയാണ്. അത് പ്രസവിച്ച് പരിപാലിച്ച് അങ്ങനെയായിട്ട് 6 പശുക്കളുണ്ട് നമ്മുടെ. അതിന്റെ സംരക്ഷണമൊക്കെ അത് നമ്മളിവിടെ ഒരു ചേട്ടൻ അവരുടെ വീട്ടിൽ തന്നെ നോക്കുന്നു. ആള് വേറെ തൊഴിലായിരുന്നു, ഇപ്പൊ ആള് ഫുള്ള് ഫാമായി. അങ്ങനെ ഭഗവാനുള്ള പാല് കാലത്ത് ഇവിടെ കറക്റ്റായിട്ട് എത്തും. പിന്നെ അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൃഷ്ണന്റെ അമ്പലത്തിലുള്ള രീതിയിലുള്ള എല്ലാ പൂജകളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ ഈ സ്ഥലം കാലിൽ കംപ്ലീറ്റ് ഭഗവതിയുടെ അണ്ടറിലാണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ വെച്ചാൽ ഭഗവതി ഉണ്ണികളായിട്ട് കൊണ്ടുവന്നതാണ് ബാക്കിയുള്ള ഉപദേവങ്ങളെ കംപ്ലീറ്റ്. ഉണ്ണിക്കണ്ണൻ അതുമാതിരി കണ്ണനും ഭഗവതിക്കും വ്യത്യാസങ്ങളില്ല, ഒരേപോലെ പൂജ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ്. പ്രകൃതിയും ഭക്തിയും കൈകോർത്ത് നിൽക്കുന്ന ഈ സ്ഥലം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഓർമ്മയായി പതിയുന്നു. മുന്നിലുള്ള വഴികളും കാത്തിരിക്കുന്ന അനുഭവങ്ങളും ഇനിയും വിശാലമാണ്. ചില യാത്രകൾ പൗരാണിക കഥകളിലേക്കും ചിലത് വിശ്വാസത്തിൻ്റെ പുതുവീക്ഷണങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോകും. കാരണം ഓരോ വഴിത്തിരിവും ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ്.